ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അത്തരത്തിലുള്ള സ്തോത്രകാവ്യമായ മേൽപുത്തൂർ നാരായണന് സമർപ്പിച്ച നറുനവനീതമായ നാരായണീയത്തെ നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് 92ാമത്തെ ദിവസം 9ാമത്തെ ദശകത്തിൽ 4ാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം, അർത്ഥം, ശ്ലോകം, ഭാഷാഗാനം. തത സകലനാളികാ വിവരമാർഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്ദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീം സമാധിബലമാദധേ ഭവദനുഗ്രഹൈകാഗ്രഹീ. തത സകലനാളിക, കമലനാളിക എന്ന് ഒരു പേര് പറയാറുണ്ട്. നാളിക എന്ന് പറഞ്ഞാൽ തന്നെ താമരയാണ് അല്ലേ? അപ്പോ കമല എന്ന വിശേഷണം ആവശ്യമില്ല, സകല എന്ന വിശേഷണം ആവശ്യമാണ്. അതുകൊണ്ടാണ് സകലനാളിക എന്നായത്. തത സകലനാളിക വിവരമാർഗക മാർഗയൻ. ആ ബ്രഹ്മാവ് തഥ അതിനുശേഷം താമരത്തണ്ടിന്റെ സകല നാളികയിലൂടെയും സകല ദ്വാരങ്ങൾ വഴിയും പോയി അന്വേഷിച്ചിട്ടും ശതവത്സരം പ്രയസ്യ ബഹുസംവത്സരകാലം പ്രയാസപ്പെട്ടു. ശതവത്സരം എന്നിട്ടും കിമപി ന ഏവ സംദൃഷ്ടവാൻ ഒന്നും തന്നെ കാണുകയുണ്ടായില്ല എന്നാണ്. നിവൃത്തിയ
കമലോദരേ സുഖനിഷണ്ണ. പിന്മടങ്ങി. എന്നിട്ട് ആ കമലത്തിൽ, ആ താമരപ്പൂവിനുള്ളിൽ സുഖനിഷണ്ണ, സുഖമായിട്ടിരിപ്പുറപ്പിച്ചു. ഏകാഗ്രധി, ഏകാഗ്രമായ ധിയോടുകൂടി, ആ ബുദ്ധിയോടുകൂടി, ഉറപ്പിച്ച ബുദ്ധിയോടുകൂടി, ഭവതനുഗ്രഹൈകാഗ്രഹി, അവിടുത്തെ അനുഗ്രഹത്തെ മാത്രം ആഗ്രഹിച്ചും കൊണ്ട്, സമാധിബലം ആദധേ, ഉറച്ച സമാധിയെ കൈക്കൊണ്ടു ബ്രഹ്മാവ് എന്ന് പറയാണ്. തഥാ സകലനാളിക വിവരമാർഗഗ മാർഗയൻ ശതവത്സരം പ്രയസ്യ കിമപി നയേവ സന്തൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീ ഭവതനുഗ്രഹൈകാഗ്രഹി സമാധിബലം ആദധേ എന്ന് പറയും. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ അർത്ഥം വഞ്ചിപ്പാട്ടിൻ്റെ ഈളത്തിൽ ഭാഷാഗാനമായി ശ്രീഹരിയമായി പാടി നമുക്ക് സമർപ്പിക്കാം. തതസ്സകലനാളികാ വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്തൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രധീ സമാധിബലമാദധേ ഭവതനുഗ്രഹൈകാഗ്രഹീ ഭവതനുഗ്രഹൈകാഗ്രഹീ. ഇനി നമുക്കിതിൻ്റെ ശ്രീഹരിയ പരിഭാഷ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ 9ാമത്തെ ദശകം 4ാമത്തെ ശ്ലോകം. നാരായണ 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 രാധാ ഗോവിന്ദ. അനന്തരം താമരതൻ സർവദ്വാരത്തിലൂടെയും അനവധി വർഷക്കാലം അന്വേഷിച്ചിട്ടും അനവധി സംവത്സരം അന്വേഷിച്ചിട്ടും കണ്ടെത്താതെ ബുദ്ധിശക്തി ഏകാഗ്രമാക്കിയ ദേവൻ അവിടുത്തെ വരം തേടി സമാധിയായി. അവിടുത്തെ വരം നേടി സമാധിയായി. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 ശ്രീവാതനാഥ ശ്രീവാസുദേവ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ.